ഞാനിപ്പോൾ ഉള്ളത് കൊയിലാണ്ടി കൊല്ലത്തിനടുത്തുള്ള പാറോപ്പള്ളി എന്ന സ്ഥലത്താണ്. വളരെ പ്രകൃതി മനോഹരമായ ഈ സ്ഥലത്ത് വന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടുന്ന പ്രകൃതി രമണീയത ആസ്വദിക്കാൻ പറ്റാവുന്ന നല്ല ഒരു സൗന്ദര്യമുള്ളൊരു സ്ഥലമാണ്. ഇപ്പോൾ ഞങ്ങൾ ഏതാണ്ട് സായാഹ്നത്തിൻ്റെ വക്കിലാണ് ഞങ്ങളിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം സ്ഥലങ്ങൾ സന്ദർശിക്കുക, കടലും അതുപോലെ തന്നെ കൂറ്റൻ പാറകളും ഒരുമിക്കുന്ന ഒരു മനോഹരമായ സ്ഥലമാണ് ഞങ്ങൾ എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ സ്ഥലത്തെക്കുറിച്ച് വർണ്ണിപ്പിക്കുമ്പോൾ ഒരുപാട് ചരിത്രമുള്ളൊരു പ്രദേശമാണെന്ന് പറയപ്പെടുന്നു. ഏതായാലും അത് തർക്കങ്ങളും വിതർക്കങ്ങളും ഒക്കെ നടക്കുന്ന ഈ സാഹചര്യത്തിൽ ഒരു കാര്യം പറയാതിരിക്കാൻ നിർവാഹമില്ല. വളരെ മനോഹരമായൊരു സ്ഥലം, കടലിൻ്റെ ശാന്തതയുള്ളൊരു സ്ഥലം, അതോടൊപ്പം തന്നെ കടലിൻ്റെ തലോടൽ, പാറക്കൂട്ടങ്ങളെ തലോടുന്ന മനോഹരമായ കാഴ്ചകൾ. ഇത് ആസ്വദിക്കുന്നതിന് വേണ്ടി നമ്മുടെ സംസ്ഥാനത്ത് നിന്നും അതുപോലെ തന്നെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുമൊക്കെ ആളുകൾ ഇവിടെ എത്തിച്ചേരുന്നു. ഈ സായാഹ്നത്തിൽ എനിക്ക് പറയാനുള്ളത്, ഈ സ്ഥലങ്ങളൊക്കെ നിങ്ങൾ സന്ദർശിക്കണം. ഇതിൻ്റെ ചരിത്ര പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. ഇങ്ങനെ ഒരു പ്രകൃതി, കടലും അതുപോലെ തന്നെ കരയും വളരെ മനോഹരമായ രീതിയിൽ സമന്വയിക്കുന്ന ഒരു പ്രധാന കേന്ദ്രമാണ് കൊല്ലത്തിനടുത്തുള്ള പാറോപ്പള്ളി എന്ന് പറയുന്ന സ്ഥലം. ഈ സ്ഥലത്തിൽ ഒരുപാട് ആളുകൾ വന്നു പോകുന്നുണ്ട്. അതിന് പോകുമ്പോഴൊക്കെ തന്നെ അവരൊക്കെ വളരെ സന്തോഷത്തോടും സമാധാനത്തോടും കൂടിയാണ് ഈ പ്രദേശത്തിനെ വന്ന് കാണുന്നത്. ഇവിടെ വരുന്നു, ഇവിടുത്തെ പ്രകൃതിയെ ആസ്വദിക്കുന്നു, ഇവിടുത്തെ പ്രാധാന്യത്തെക്കുറിച്ച് അറിയുന്നു. അവർ വളരെ സമാധാനത്തോടു കൂടി നാട്ടിലേക്ക് തിരിച്ചു പോകുന്നു. വളരെ വനനിബിഡമായ പല വൃക്ഷങ്ങൾ പൂത്തു നിൽക്കുന്ന വളരെ രസകരമായ അന്തരീക്ഷമുള്ള ഒരു സ്ഥലമാണ് പാറോപ്പള്ളി എന്ന് പറയുന്ന സ്ഥലം. ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടാവും, ഇവിടെയൊക്കെ തന്നെ കൂറ്റൻ പാറകളുണ്ട്, എന്നാൽ അതോടൊപ്പം തന്നെ മണൽപ്പരപ്പുകളുണ്ട്. അതാണ് നമുക്ക് നോക്കിയാൽ അവിടെ കാണാൻ പറ്റും. മണൽപ്പരപ്പുകൾ അതിനിടയ്ക്കുണ്ട്. അവിടെയൊക്കെ ഇരുന്ന് കടലിൻ്റെ ചെറിയ തലോടലുകൾ, ഈ പാറക്കല്ലുകളെ തലോടിക്കൊണ്ടാണ് കടൽ പിന്നോട്ട് പോകുന്നത്. എല്ലാ സ്ഥലത്തും കാണുന്ന പോലെ വലിയൊരു തിരമാലകളൊന്നും ഇവിടേക്ക് അടിച്ച് കയറുന്നില്ല. വളരെ ശാന്തമായ രീതിയിൽ കുട്ടികൾക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കൊക്കെ നല്ല ഒരു കാഴ്ച ആസ്വാദനം നൽകുന്ന ഒരു നല്ല പ്രകൃതി ഭംഗിയുള്ളൊരു സ്ഥലം. ഇവിടേക്ക് കുട്ടികൾ ധാരാളമായി എത്തിച്ചേരുന്നു, മാതാപിതാക്കൾ എത്തിച്ചേരുന്നു. ഒഴിവു ദിനങ്ങൾ ആസ്വദിക്കുവാനും ഇവിടുത്തെ പ്രകൃതി ഭംഗി ആഗോളം നുകരുവാനും ഒക്കെ സാധിക്കുന്ന വളരെ രസകരമായ ഒരു സ്ഥലം. ആ സ്ഥലത്താണ് ഇന്ന് ഞങ്ങൾ എത്തിച്ചേർന്നിട്ടുള്ളത്. ഒരു ഞായറാഴ്ച വളരെ നല്ല നിലയിൽ ആസ്വദിക്കുവാനും ഇവിടെയൊക്കെ സന്ദർശിക്കുവാനും ഒക്കെ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ഇത്തരം കേരളത്തിലെ എല്ലാ ഇടങ്ങളും സന്ദർശിച്ചുകൊണ്ട് വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട്